നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ആർപ്പുവിളികളോടെയും ആഘോഷങ്ങളോടെയും പുതുവർഷത്തെ വരവേറ്റ് നാടും നഗരവും. പുലിക്കണ്ണിയിൽ തോട്ടത്തിൽ കുറുക്കന്റെ ജഡം കണ്ടെത്തി. പുലി പിടിച്ചതാണെന്ന് സംശയിക്കുന്നതായി നാട്ടുകാർ. കല്ലൂർ പാലക്കപ്പറമ്പിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മതിലിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. ചാലക്കുടി പുഴയിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. പരിയാരം വേളൂക്കര സ്വദേശി ശരത്താണ് മരിച്ചത്. മലയോരത്തോട്ടം മേഖലയെ വന്യജീവി ആക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് വരന്തരപ്പള്ളി മണ്ഡലം കമ്മിറ്റി വെള്ളിയാഴ്ച സായാഹ്ന പ്രതിഷേധ ധർണ സംഘടിപ്പിക്കും. വിശദമായ വാർത്തകളിലേക്ക്. ആർപ്പുവിളികളോടെയും ആഘോഷങ്ങളോടെയും പുതുവർഷത്തെ വരവേറ്റ് നാടും നഗരവും. ലോകത്തിലുടനീളമുള്ള ജനങ്ങളെല്ലാം സംഗീത നൃത്ത പരിപാടികളോടെയും ആഘോഷങ്ങളോടെയും അകമ്പടിയോടെ 2025 വരവേറ്റു. സംസ്ഥാനത്തെ വിവിധ മേഖലകളിൽ വലിയ ആഘോഷങ്ങളാണ് അരങ്ങേറിയത്. ലോകം കണ്ണുനട്ട് കാത്തിരുന്നപ്പോൾ പുതുവത്സരത്തെ ആദ്യം വരവേറ്റത് കിരിബാത്തി ദ്വീപാണ്. ഇന്ത്യ പുതുവത്സരം ആഘോഷിക്കുന്നതിനേക്കാൾ 8.5 മണിക്കൂർ മുന്നേയായിരുന്നു ദ്വീപിലെ ആഘോഷം. ഗ്രീൻവിച്ച് സമയത്തേക്കാൾ 14 മണിക്കൂർ മുന്നിലായിരുന്നു ഇത്. കിരിബാത്തിക്ക് ശേഷം ന്യൂസിലാൻഡ്, ടോക്കേലൌ, ടോങ്ക തുടങ്ങിയ പസഫിക് ദ്വീപുകളുമാണ് പുതുവത്സരം ആഘോഷിച്ചത്. ഫിജി, റഷ്യ, ജപ്പാൻ, ദക്ഷിണ കൊറിയ, ചൈന, മലേഷ്യ, സിംഗപ്പൂർ, ഹോങ്കോങ്, ഫിലിപ്പീൻസ് തുടങ്ങി രാജ്യങ്ങളും പുതുവത്സരം ആഘോഷിച്ചു. ജനുവരി 1 ഇന്ത്യൻ സമയം വൈകിട്ട് 5:30 പുതുവർഷമെത്തുന്ന അമേരിക്കയിലെ ബേക്കർ ദ്വീപിലാണ് അവസാനത്തെ ആഘോഷം. 2024 വിട പറഞ്ഞ ജനം ആടിയും പാടിയും 2025 സ്വാഗതം ചെയ്തത് ഈ വർഷം ഏറ്റവും മികച്ചതാകുമെന്ന പ്രത്യാശയിലാണ്. എല്ലാ പ്രേക്ഷകർക്കും NCTVയുടെ പുതുവത്സരാശംസകൾ. തലോർ ജീസസ് അക്കാദമി സ്കൂളിൽ പുതുവത്സരാഘോഷങ്ങൾ വിപുലമായി നടത്തി. സ്കൂൾ മാനേജർ ഫാദർ ജോഷി വേണാട്ടുപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ സിസ്റ്റർ നിഷ ഡൊമിനിക്, വൈസ് പ്രിൻസിപ്പൽ ഗീത എന്നിവർ പ്രസംഗിച്ചു. 2025 വരവേറ്റ് സ്കൂൾ ഗ്രൗണ്ടിൽ വിദ്യാർത്ഥികൾ അണിനിരന്നു. പുലിക്കണ്ണിയിൽ തോട്ടത്തിൽ കുറുക്കന്റെ ജഡം കണ്ടെത്തി. കൊച്ചിൻ മലബാർ എസ്റ്റേറ്റിനുള്ളിലാണ് കുറുക്കന്റെ ജഡം കണ്ടെത്തിയത്. ചൊവ്വാഴ്ച രാത്രിയിലാണ് നാട്ടുകാർ കുറുക്കനെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. പുലി പിടിച്ചതാണെന്ന് സംശയിക്കുന്നതായി നാട്ടുകാർ പറഞ്ഞു. മലയോരത്തോട്ടം മേഖലയെ വന്യജീവി ആക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് വരന്തരപ്പള്ളി മണ്ഡലം കമ്മിറ്റി സായാഹ്ന പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വെള്ളിയാഴ്ച വൈകുന്നേരം 4 പുലിക്കണ്ണി സെന്ററിൽ നടക്കുന്ന ധർണ മുൻ MP രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്യും. മണ്ഡലം പ്രസിഡന്റ് EM ഉമ്മർ അധ്യക്ഷത വഹിക്കും. INTUC ജില്ലാ ജനറൽ സെക്രട്ടറി PT വിനയൻ, വരന്തരപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് EM ഉമ്മർ, മുൻ പഞ്ചായത്ത് അംഗം EA ഓമന എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കഴിഞ്ഞ 3 വർഷത്തിലധികമായി മലയോര മേഖലയും തോട്ടം മേഖലയും അതിരൂക്ഷമായ വന്യജീവി ശല്യത്താൽ ബുദ്ധിമുട്ടുകയാണ്. നിരവധിയായ പ്രശ്നങ്ങൾ 6ഓളം വരുന്ന മലയോര മേഖലയിലെ തോട്ടം മേഖലയിലെ കുടുംബനാഥന്മാരെ, കുടുംബം പോറ്റുന്ന പ്രധാനപ്പെട്ട ആളുകളെ കാട്ടാന കുത്തിക്കൊലപ്പെടുത്തിയ ദാരുണമായ അവസ്ഥ ആ മേഖലയിൽ നിലനിൽക്കുകയാണ്. അതിനെ തുടർന്ന് നിരവധിയായ പ്രക്ഷോഭങ്ങളും സമരപരിപാടികളും നിവേദനങ്ങൾ കൊടുക്കലുമൊക്കെ ഉണ്ടായെങ്കിലും 1 ഇഞ്ച് പോലും പുറകോട്ട് പോകാതെ, 1 ഇഞ്ച് പോലും കുറയാതെ ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ് കാട്ടാന ശല്യവും മറ്റു വന്യജീവി ശല്യവുമൊക്കെ. തോട്ടം മേഖലയിലെ തൊഴിലാളികൾക്ക് തൊഴിലെടുക്കാൻ കാട്ടാന ഭയത്താൽ യഥാസമയം പോയി തൊഴിലെടുക്കാൻ പറ്റാത്ത അവസ്ഥ നിലനിൽക്കുന്നു. മലയോര മേഖലയിൽ കർഷകർക്ക് യഥാസമയം കൃഷി ഇറക്കുന്നതിനോ ആ ഇറക്കിയ കൃഷിയുടെ വിളവ് എടുക്കുന്നതിനോ സാധിക്കാത്ത അവസ്ഥ നിലനിൽക്കുന്നു. ഒരു കർഷകൻ, മലയോര മേഖലയിലെ ഒരു കർഷകൻ ഈ കഴിഞ്ഞ ഒരു വർഷത്തെ കണക്ക് പരിശോധിച്ചാൽ, ഒരു കർഷകന്റെ ഒരു അവസ്ഥ പരിശോധിച്ചാൽ ഒരു 6 പ്രാവശ്യം
അയാൾ ഇറക്കിയ വിളവ് ആന വന്ന് ഒരൊറ്റ രാത്രി കൊണ്ട് നശിപ്പിച്ച സങ്കടകരമായ ഒരവസ്ഥ ആ മേഖലയിൽ നിലനിൽക്കുന്നു. ഇതിനൊക്കെ പുറമെയാണ് ഈ അടുത്ത ദിവസങ്ങളിലായി ഏകദേശം ഒരു 2-3 മാസമായി തോട്ട മേഖലയിൽ നിന്നും മലയോര മേഖലയിലേക്ക് പുലി പോലുള്ള ഹിംസ്ര ജന്തുക്കൾ വന്ന് ജനങ്ങളെ ഭീതിപ്പെടുത്തുന്ന ഒരു ജീവിതാവസ്ഥ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കല്ലൂർ പാലക്കപ്പറമ്പിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മതിലിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. കല്ലൂർ മഠം സ്വദേശി വിഷ്ണുവിനാണ് പരിക്കേറ്റത്. ബുധനാഴ്ച രാവിലെ 9:30-ഓടെയാണ് സംഭവം. ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് യാത്രികൻ തെറിച്ചു വീണു. മുഖത്ത് പരിക്കേറ്റ യാത്രികൻ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ചാലക്കുടി പുഴയിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. പരിയാരം വേളൂക്കര സ്വദേശി 33 വയസ്സുള്ള ശരത്താണ് മരിച്ചത്. ചാലക്കുടി പുഴയിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. പരിയാരം വേളൂക്കര സ്വദേശി 33 വയസ്സുള്ള ശരത്താണ് മരിച്ചത്. യുവാവിനെ കാണാതായ വേളൂക്കര പമ്പ് ഹൗസ് കടവിന് സമീപത്ത് നിന്ന് തന്നെയാണ് മൃതദേഹം കണ്ടെത്തിയത്. ചാലക്കുടി ഫയർഫോഴ്സും സ്കൂബ ടീമും ചേർന്ന് നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ബുധനാഴ്ച പുലർച്ചെ മുതൽ ശരത്തിനെ കാണാനില്ലെന്ന് കാണിച്ച് വീട്ടുകാർ ചാലക്കുടി പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിനെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വേളൂക്കര കടവിന് സമീപത്തു നിന്ന് ശരത്തിന്റെ ചെരുപ്പ് കണ്ടെത്തിയിരുന്നു. ഇതിനെ തുടർന്ന് ചാലക്കുടി ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ സ്ക്യൂബ ടീം പുഴയിൽ നടത്തിയ തിരച്ചിലിൽ 11:30-ഓടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. ചാലക്കുടി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. തൃശൂരിൽ 14-കാരന്റെ കുത്തേറ്റ് പൂത്തോൾ സ്വദേശിയായ യുവാവ് മരിച്ച കേസിൽ പ്രതികളായ 2 പേരും ലഹരിക്കടിമകളെന്ന് പോലീസ് നിഗമനം. ചൊവ്വാഴ്ച രാത്രിയാണ് തേക്കിൻകാട് മൈതാനിയിൽ വെച്ച് 30 വയസ്സുള്ള ലിവിനെ 15ഉം 16ഉം വയസ്സുള്ള തൃശൂർ സ്വദേശികളായ കുട്ടികൾ കുത്തി കൊലപ്പെടുത്തിയത്. കുട്ടികൾ 2 പെൺകുട്ടികൾക്കൊപ്പം മൈതാനത്ത് നടന്നു പോകുകയായിരുന്നു. പെൺകുട്ടികളുമായി ഇവർ ഇരുട്ടത്ത് പോകുന്നത് കണ്ട ലിവിൻ ഇത് ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് തർക്കമുണ്ടായത്. പിന്നാലെ കയ്യിലുണ്ടായിരുന്ന കത്തിയെടുത്ത് കുട്ടികളിൽ ഒരാൾ ലിവിനെ കുത്തുകയായിരുന്നു. കൊലപാതകത്തിന് തൊട്ടുമുൻപ് പ്രതികൾ കഞ്ചാവ് വലിക്കുകയായിരുന്നുവെന്നും കൊലയ്ക്ക് ഉപയോഗിച്ച കത്തി പിടിയിലായ 14-കാരന്റേത് തന്നെയാണെന്ന് കണ്ടെത്തിയെന്നും പോലീസ് പറഞ്ഞു. പ്രായപൂർത്തിയാകാത്ത 2 പേരെയും തൃശൂർ ഈസ്റ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. കുട്ടികൾ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണെന്ന് പോലീസ് കണ്ടെത്തി. പ്രതികൾക്ക് മുൻപും ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. മോഷണ കേസിൽ ഇരുവരും പിടിയിലായിട്ടുണ്ട്. അന്ന് പ്രായത്തിന്റെ ആനുകൂല്യത്തിൽ രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് വിവരം. 9ാം ക്ലാസ്സിൽ വെച്ച് മുൻപ് സ്കൂളിൽ നിന്നും പുറത്താക്കിയിരുന്നു. സഹപാഠിയെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തിയതിന്റെ പേരിലായിരുന്നു നടപടി. അളഗപ്പ് നഗറിൽ റോഡിൽ പൈപ്പിന് കുഴിയെടുത്ത് മൂടിയ ഭാഗത്ത് സ്ലാബ് പൊന്തി നിൽക്കുന്നത് അപകട ഭീഷണി. അളഗപ്പ് നഗർ യൂണിയൻ സ്റ്റോപ്പിന് സമീപമാണ് സ്ലാബ് ഇളകിയ നിലയിലുള്ളത്. സ്ലാബിന് പുറമെ റോഡിൽ വിരിച്ച കോൺക്രീറ്റ് ടൈലുകളും ഇളകിയ നിലയിലാണ്. വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ സ്ലാബും കോൺക്രീറ്റ് ടൈലുകളും വീണ്ടും തകരുകയാണ്. നിരവധി യാത്രക്കാർ കടന്നുപോകുന്ന പാതയിൽ അപകട ഭീതി ഒഴിവാക്കണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെട്ടു. ശോച്യാവസ്ഥയിലായ അളഗപ്പ് നഗർ പഞ്ചായത്ത് 9ാം വാർഡിലെ ചേറ്റൂർ റോഡ് പഞ്ചായത്ത് അംഗവും നാട്ടുകാരും ചേർന്ന് സഞ്ചാരയോഗ്യമാക്കി. വർഷങ്ങളായി നടക്കുവാനോ ഗതാഗത യോഗ്യമോ അല്ലാതിരുന്ന റോഡിന്റെ പണി നടക്കാതെ പോവുകയായിരുന്നുവെന്ന് പഞ്ചായത്ത് അംഗം ജിജോ ജോൺ പറഞ്ഞു. വരാക്കര പീച്ചാമ്പിളിയും കാവന്നൂർ പാടം വഴിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാതയാണ് ചേറ്റൂർ റോഡ്. പഞ്ചായത്ത് അംഗത്തിനൊപ്പം പ്രദേശവാസികളായ തോമസ് ചേറ്റൂർ, ചാക്കോച്ചൻ ചേറ്റൂർ, ജോയ് കല്ലാനിക്കൽ, ജേക്കബ് കല്ലാനിക്കൽ, മറ്റു സമീപവാസികളും ശ്രമദാനത്തിൽ പങ്കാളികളായി. സംസ്ഥാനത്ത് ക്രിസ്മസ് പുതുവത്സര മദ്യവിൽപ്പനയിൽ വൻ വർധനയെന്ന റിപ്പോർട്ട്. 712.96 കോടിയുടെ മദ്യമാണ് ചൊവ്വാഴ്ച വരെ വിറ്റത്. കഴിഞ്ഞ വർഷം ഈ സീസണിൽ വിറ്റത് 697.05 കോടിയുടെ മദ്യമാണ്. ഇതിനെ മറികടന്നുകൊണ്ടുള്ള മദ്യവിൽപ്പനയാണ് ഇത്തവണയുണ്ടായത്. അതേസമയം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മദ്യം വിറ്റത് പാലാരിവട്ടം ഔട്ട്ലെറ്റിലാണ്. കഴിഞ്ഞ മാസം 22 മുതൽ ഡിസംബർ 31 വരെയുള്ള കണക്കുകളാണ് ബെവ്കോ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതുപ്രകാരം 712.96 കോടിയുടെ മദ്യമാണ് വിറ്റുപോയത്. ഇത് കഴിഞ്ഞ സീസണിനേക്കാൾ കൂടുതലാണ്. നെന്മണിക്കര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ബാലസൗഹൃദ ഗ്രാമപഞ്ചായത്ത് പ്രവർത്തന ലക്ഷ്യം കൈവരിക്കുന്നതിനായി ചൈൽഡ് റിസോഴ്സ് സെന്റർ ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചു. കില റിസോഴ്സ് അസോസിയേറ്റ്സ് കോർഡിനേറ്റർ KU സുകന്യ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സജിൻ മേലെടുത്ത്, KV ഷാജു, കില റിസോഴ്സ് പേഴ്സൺ ധന്യ, ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ അശ്വതി, ICDS സൂപ്പർവൈസർ ശാലിനി, കമ്മ്യൂണിറ്റി ഫെസിലിറ്റേറ്റർ മരിയ ഡിക്സൺ എന്നിവർ പ്രസംഗിച്ചു. രാജ്യത്തെ
ക്ഷേമവികസന പ്രവർത്തനങ്ങളെ നീട്ടിക്കുന്നതിന് വേണ്ടി പ്രമുഖ സസ്യശാസ്ത്രജ്ഞനും പത്മശ്രീ ജേതാവുമായ KS മണിലാൽ അന്തരിച്ചു. 86 വയസ്സായിരുന്നു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. കേരളത്തിലെ സസ്യസമ്പത്തിനെക്കുറിച്ചുള്ള ഹോർത്തൂസ് മലബാറിക്കൂസ് എന്ന പ്രാചീന ഗ്രന്ഥം ഇംഗ്ലീഷിലും മലയാളത്തിലും എത്തിച്ച ഗവേഷകനാണ് ഇദ്ദേഹം. 50 വർഷത്തെ ഗവേഷണത്തിന്റെ ഫലമായിരുന്നു ഇത്. സൈലന്റ് വാലിയിലെ സസ്യവൈവിധ്യത്തെക്കുറിച്ചും ഡോക്ടർ മണിലാൽ ദീർഘകാലം ഗവേഷണം നടത്തിയിരുന്നു. കാട്ടുങ്ങൽ A. സുബ്രഹ്മണ്യത്തിന്റെയും KK ദേവകിയുടെയും മകനായി 1938 സെപ്റ്റംബർ 17 പറവൂർ വടക്കേക്കരയിലാണ് ജനനം. എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്ന് ബിരുദം കരസ്ഥമാക്കി. മധ്യപ്രദേശിലെ സാഗർ സർവകലാശാലയിൽ നിന്ന് 1964 PhD നേടി. 1964 കാലിക്കറ്റ് സെന്ററിൽ ബോട്ടണി വകുപ്പിൽ അധ്യാപകൻ, പിന്നീട് കാലിക്കറ്റ് സർവകലാശാല ബോട്ടണി വിഭാഗം പ്രൊഫസർ, വകുപ്പ് മേധാവി എന്നീ പദവികൾ വഹിച്ചു. ശാസ്ത്രമേഖലയിലെ സംഭാവനകൾ മാനിച്ച് 2020 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ വേർപാടിൽ കോൺഗ്രസ് അളഗപ്പ നഗർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേർന്ന് അനുശോചനം രേഖപ്പെടുത്തി. മണ്ഡലം പ്രസിഡന്റ് ജിമ്മി മഞ്ഞളെ അധ്യക്ഷത വഹിച്ചു. സർവകക്ഷി നേതാക്കളായ K. ഗോപാലകൃഷ്ണൻ, സോജൻ ജോസഫ്, അലക്സ് ചുക്കിരി, ആന്റണി കുറ്റുകാരൻ, സിജോ പുന്നക്കര, ഹരൺ ബേബി എന്നിവർ പ്രസംഗിച്ചു. 93-ാം വയസ്സിലും കാൽനടയായി ശബരിമല ദർശനത്തിന് പോവുകയാണ് പാലക്കാട് കൊഴിഞ്ഞാമ്പാറ സ്വദേശി ശങ്കരൻ നായർ. തുടർച്ചയായ 57-ാം വർഷമാണ് ശങ്കരൻ നായർ കാൽനടയായി മകരവിളക്ക് തൊഴാൻ ശബരിമലയിലേക്ക് പോകുന്നത്. ഈ മാസം 25-ന് കൊഴിഞ്ഞാമ്പാറയിലെ കരുവപ്പാറ ശിവക്ഷേത്രത്തിൽ നിന്ന് കെട്ടുനിറച്ച് 26-ന് രാവിലെ ആരംഭിച്ചതാണ് കാൽനടയായുള്ള തീർത്ഥാടനം. ഒരു ദിവസം 30 കിലോമീറ്ററോളം നടക്കും. ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് തീർത്ഥാടകർക്കായി ഒരുക്കിയ വിശ്രമ കേന്ദ്രങ്ങളിലാണ് അന്തിയുറക്കം. കിലോമീറ്ററുകൾ പിന്നിട്ട് തിങ്കളാഴ്ച രാവിലെ കൊടകരയിലെത്തി. പലപ്പോഴും ഒറ്റയ്ക്കാണ് യാത്ര. ഈ പ്രായത്തിൽ തനിച്ചാണോ യാത്ര എന്ന് ചോദിക്കുന്നവരോട് അയ്യപ്പസ്വാമി കൂടെയുണ്ട് എന്നാണ് ശങ്കരൻ നായരുടെ മറുപടി. തുടർച്ചയായി നിരവധി വർഷങ്ങൾ ശബരിമല ദർശനം നടത്തിയതിലൂടെ ഗുരുസ്വാമിയായി മാറിയ ശങ്കരൻ നായർ ഏകദേശം 12,000 പേരെ ഇതിനകം ശബരിമല ദർശനത്തിന് കൊണ്ടുപോയിട്ടുണ്ട്. 37-ാം വയസ്സിലാണ് ആദ്യമായി ശബരിമല ചവിട്ടിയത്. പിന്നീട് ഇതുവരെ ദർശനം മുടക്കിയിട്ടില്ല. എല്ലാ വർഷവും മകരവിളക്ക് കാലത്ത് ശങ്കരൻ നായർ കാൽനടയായി ശബരിമലയ്ക്ക് പോകും. ശങ്കരൻ നായർ ഗുരുസ്വാമിയായി ശബരിമല ദർശനത്തിന് കൊണ്ടുപോയിട്ടുള്ള ആയിരക്കണക്കിന് ശിഷ്യർ ജനുവരി 1-ന് പെരുമ്പാവൂരിൽ നടക്കുന്ന വിളക്കാഘോഷത്തിന് ഒത്തുചേരുന്നു. തുടർന്ന് ഒരുമിച്ചാണ് യാത്ര. എരുമേലി പേട്ടതുള്ളലിൽ മുടങ്ങാതെ പങ്കെടുക്കുന്ന ശങ്കരൻ നായർ ജനുവരി 10-ന് ആലങ്ങാട് സംഘത്തിലെ അംഗമായി പേട്ടതുള്ളും. 18 വർഷം മുടങ്ങാതെ ശബരിമല ചവിട്ടുന്ന അയ്യപ്പന്മാർക്ക് മാത്രം കൊണ്ടു നടക്കാൻ അവകാശമുള്ള മുദ്രച്ചൂരലുമായാണ് ശങ്കരൻ നായരുടെ മലയാത്ര. ആഴിപൂജയിൽ വിദഗ്ധനായ ശങ്കരൻ നായർ പാലക്കാട് ജില്ലയിലും തമിഴ്നാട്ടിലും മാരിയമ്മൻ കോവിലുകളിൽ നടക്കുന്ന പൂക്കുണ്ടം എന്നറിയപ്പെടുന്ന അഗ്നിവിളയാട്ടത്തിലും പങ്കെടുക്കുന്നു. ചേലക്കര മുഖാരിക്കുന്നിൽ ജനിച്ചു വളർന്ന ശങ്കരൻ നായർ മുംബൈയിലെ ജിൻഡാൽ അലുമിനിയം കമ്പനിയിലെ എക്സിക്യൂട്ടീവ് സെക്രട്ടറി തസ്തികയിൽ നിന്ന് വിരമിച്ചയാളാണ്. വിരമിച്ച ശേഷം പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിലാണ് സ്ഥിരതാമസം. ഭാര്യ പത്മ മുംബൈയിൽ കസ്റ്റംസ് ഓഫീസറായ മകൻ കൃഷ്ണപ്രസാദിനൊപ്പമാണ്. എല്ലാ വർഷവും ഭാര്യയും മകന്റെ കുടുംബത്തെയും കാണാൻ മുംബൈയിലേക്ക് പോകും. മരം കോച്ചുന്ന തണുപ്പ് വകവയ്ക്കാതെ 93-ാം വയസ്സിലും കാൽനടയായി കിലോമീറ്ററുകൾ പിന്നിടുന്ന ശങ്കരൻ നായർക്ക് കാര്യമായ രോഗങ്ങളില്ല. ചിട്ടയായ ജീവിതം, മിതമായ ഭക്ഷണം ആരോഗ്യത്തിന്റെ രഹസ്യമെന്ന് ഈ വയോധികൻ പറയുന്നു. തിങ്കളാഴ്ച കൊടകരയിലെത്തിയ ശങ്കരൻ നായർ പൂന്തലാർക്കാവ് ക്ഷേത്രം ഊട്ടുപുരയിൽ വിശ്രമിച്ച് ചൊവ്വാഴ്ച യാത്ര തുടർന്നു. സാധിക്കുന്നിടത്തോളം അയ്യപ്പനെ വണങ്ങാൻ കാൽനടയായി തന്നെ പോകണമെന്നാണ് ശങ്കരൻ നായരുടെ ആഗ്രഹം. പോകുന്നത് 57-ാമത്തെ പദയാത്രയായിട്ടാണ് പോകുന്നത്. ഈ പദയാത്രയിൽ എൻ്റെ കൂടെ എല്ലാവരും ചോദിക്കുമ്പോൾ ഇതെന്താ ഒറ്റയ്ക്ക് നടക്കണ, ഒറ്റയ്ക്കേ ഉള്ളോ എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല, ഞാൻ ഒരിക്കലും ഒറ്റയ്ക്കല്ല. എൻ്റെ കൂടെ എൻ്റെ ഉപാസനാമൂർത്തിയായിട്ടുള്ള ചോറ്റാനിക്കര അമ്മയും അമ്മയുടെ ഭൂതഗണങ്ങളും, അതുപോലെ ചോറ്റാനിക്കര അമ്മയുടെ മകനായിട്ട് വിലസുന്ന ശ്രീ അയ്യപ്പസ്വാമിയും, ആ അയ്യപ്പസ്വാമിയുടെ ഭൂതഗണങ്ങളും, അതുപോലെ എന്നെ ഇഷ്ടപ്പെടുന്ന മറ്റു ദേവതകളും, താനിക്കുറത്തമ്മ, അണുപ്പൂർ താൻപാട് മുത്തുമാരിയമ്മ, അങ്ങനെ കുറേ പേര് എൻ്റെ കൂടെ തന്നെ ഇപ്പോഴും ഞാൻ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴും എൻ്റെ കൂടെയുണ്ട്. എനിക്ക് 93 വയസ്സായി. ഇതുവരയ്ക്കും ആരോഗ്യപരമായിട്ട് എനിക്കൊരു പ്രശ്നങ്ങളൊന്നുമില്ല. അതിൻ്റെ കാരണം ഒന്ന്, ഉപാസനാമൂർത്തിയായി നിൽക്കുന്നത് ചോറ്റാനിക്കര അമ്മയാണ്. 12-ാമത്തെ വയസ്സ് മുതൽ 12-ാമത്തെ വയസ്സിൽ എനിക്ക് ദർശനം തന്നു അമ്മ. പിന്നെ എന്തുണ്ടെങ്കിലും
ഞാൻ അമ്മയോട് ചോദിച്ചിട്ടേ ചെയ്യാറുള്ളൂ. അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്യാറില്ല. അമ്മ ഒരു ദിവസം ഏതാണ്ട് 30 കിലോമീറ്ററാണ് നടക്കുന്നത് ആവറേജ്. ചിലപ്പോൾ കുറച്ച് കൂടും, ചിലപ്പോൾ ഇത്തിരി കുറയും, സന്ദർഭാനുസരണം. അതുകൊണ്ട് ശബരിമലയ്ക്ക് പദയാത്രയായിട്ട് പോകാൻ പറ്റുമോ അത്രയും വർഷം ഏകാന്തപതികനായിട്ടായാലും മറ്റുള്ളവർ കൂടെ ഉണ്ടായാലും നടക്കാനാണ് ഉദ്ദേശം. മാത്രം മനസ്സിൽ കണ്ടാൽ മതി. പിന്നെ എനിക്ക് അമ്മയുടെ അനുഗ്രഹം, അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം, ഇങ്ങനെ ഞാൻ ഉപാസിക്കുന്ന ദേവതകളുടെ എല്ലാവരുടെയും അനുഗ്രഹം എനിക്കുണ്ട്. അവരാണ് എനിക്ക് തുണയായിട്ട് വരുന്നത്, അല്ലാതെ മനുഷ്യജാലങ്ങളല്ല. മുതിർന്നവരും കുട്ടികളും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന പഴമാണ് സ്ട്രോബെറി. പുറമെയുള്ള ഭംഗി പോലെ തന്നെ അകവും നല്ല സ്വാദിഷ്ടവും ആരോഗ്യമുള്ളതുമാണ്. ആരോഗ്യദായകമായ ഈ പഴം ആന്റി ഓക്സിഡന്റ് ഘടകങ്ങളാൽ സമ്പന്നമാണ്. റിപ്പോർട്ട് കാണാം. സ്ട്രോബെറിയിൽ വർണ്ണാഭമായ പിഗ്മെന്റുകൾ അടങ്ങിയിട്ടുണ്ട്. അവയ്ക്ക് സംരക്ഷണ ഫലമുണ്ട്. ഇതിലെ ആന്റോസയാഡിനുകൾക്ക് കോശജ്വലനാവസ്ഥകളും ഹൃദ്രോഗവും തടയാൻ ഉൾപ്പെടെ ആരോഗ്യ ഗുണങ്ങളുണ്ട്. സ്ട്രോബെറി കഴിക്കുന്നത് ഗ്ലൂക്കോസിന്റെ ദഹനത്തെ മന്ദഗതിയിലാക്കുകയും ഇൻസുലിൻ ഉപയോഗം നിയന്ത്രിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ചും ഉയർന്ന കാർബോഹൈഡ്രേറ്റ് ഭക്ഷണത്തോടൊപ്പം അവ കഴിക്കുമ്പോൾ സ്ട്രോബെറിയിൽ പോളിഫെനോൾസ് എന്ന സംരക്ഷിത സസ്യ സംയുക്തങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അവയിൽ എലാജിക് ആസിഡ്, എലാജിറ്റാനിറ്റ്സ് എന്നിവ ടൈപ്പ് 2 പ്രമേഹത്തിന്റെ പ്രത്യേകതകൾ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. പ്രത്യേകിച്ചും അവ രക്തത്തിലെ പഞ്ചസാരയെ നിയന്ത്രിക്കുന്നു, രക്തസമ്മർദ്ദവും നിയന്ത്രിക്കുന്നു. ചില ക്യാൻസറുകൾ തടയാൻ സ്ട്രോബെറിക്ക് കഴിയും. എലാജിക് ആസിഡും എലാജിറ്റാനിറ്റ്സും ഉൾപ്പെടെ പോളിഫെനോളുകളുടെ സംയോജനമാണ് സംരക്ഷണ ഫലം എന്ന് കരുതുന്നു. സ്ട്രോബെറി ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ തടയുന്നു. സ്ട്രോബെറിക്ക് കുറഞ്ഞ ഗ്ലൈസമിക് സൂചികയാണ് ഉള്ളത്. അതിനാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് മിതമായ തോതിൽ പുറത്തുവിടാൻ സഹായിക്കുന്നു. ശരീരഭാരം നിയന്ത്രിക്കുന്നതിനും അമിതവണ്ണവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ കുറയ്ക്കുന്നതിനും കുറഞ്ഞ GI ഭക്ഷണങ്ങൾ അടങ്ങിയ ഭക്ഷണക്രമം ഗുണം ചെയ്യുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. കാലാവസ്ഥ. ഇന്ന് കൂടിയ ചൂട് 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 22 ഡിഗ്രി സെൽഷ്യസ്. ജില്ലയിൽ കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന കുളങ്ങളിലെ കരിമീൻ കൃഷി, കുളങ്ങളിലെ ചെമ്മീൻ കൃഷി, ഒരു നെല്ലും ഒരു ചെമ്മീനും കൃഷി, വനാമി ചെമ്മീൻ കൃഷി എന്നീ ഓരുജല മത്സ്യകൃഷി പദ്ധതികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. എല്ലാ പദ്ധതികളുടെയും നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷകൾ മത്സ്യഭവനുകളിൽ ലഭിക്കും. താൽപര്യമുള്ളവർ പൂരിപ്പിച്ച അപേക്ഷകൾ അനുബന്ധ രേഖകൾ സഹിതം അതത് യൂണിറ്റ് ഓഫീസുകളിൽ ജനുവരി 7 വൈകിട്ട് 4 സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9746595719. മറ്റത്തൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ബ്ലോക്ക് പബ്ലിക് ഹെൽത്ത് യൂണിറ്റിൽ ലാബ് ടെക്നീഷ്യന്റെ ഒഴിവുണ്ട്. കരാർ നിയമനമാണ്. യോഗ്യത അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും BSc MLT അല്ലെങ്കിൽ DME അംഗീകൃത DMLT 1 വർഷത്തെ പ്രവൃത്തി പരിചയം. താൽപര്യമുള്ളവർ അപേക്ഷകൾ ജനുവരി 10 ഉച്ചയ്ക്ക് 2 മുൻപായി സൂപ്രണ്ട്, മറ്റത്തൂർ സാമൂഹികാരോഗ്യ കേന്ദ്രം, പാടി PO എന്ന വിലാസത്തിലോ chcmattattur@gmail.com എന്ന മെയിൽ IDയിലോ അയയ്ക്കുക. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9447669681. ജില്ലയിലെ വ്യാപാരികളുടെ മക്കൾക്ക് വിവാഹ ധനസഹായമായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി 1 ലക്ഷം രൂപ നൽകുന്ന പദ്ധതിക്ക് തുടക്കമായി. കൂനമൂച്ചി യൂണിറ്റിലെ വ്യാപാരിയും യൂണിറ്റ് വൈസ് പ്രസിഡന്റുമായ AL ജെയിംസിന്റെ മകൾക്ക് 1 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറിക്കൊണ്ട് ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ജില്ലാ സെക്രട്ടറിമാരായ VT ജോർജ്, CL റാഫേൽ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം തോമസ്, നിയോജക മണ്ഡലം വൈസ് ചെയർമാൻ സജി ചിറമൽ, നിയോജക മണ്ഡലം ജനറൽ കൺവീനർ വർഗീസ് P ചാക്കോ എന്നിവർ സന്നിഹിതരായി. ഭദ്രം പദ്ധതിയിൽ അംഗങ്ങളായ വ്യാപാരികളുടെ മക്കൾക്കാണ് ഈ ധനസഹായം ലഭ്യമാവുക. ഈ മാസത്തിൽ തന്നെ 6 അംഗങ്ങളുടെ മക്കളുടെ വിവാഹത്തിനു കൂടി 1 ലക്ഷം രൂപ വീതം ധനസഹായം കൈമാറുന്നുണ്ട്. സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7150 രൂപ, പവന് 57,200 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. ആർപ്പുവിളികളോടെയും ആഘോഷങ്ങളോടെയും പുതുവർഷത്തെ വരവേറ്റ് നാടും നഗരവും. പുലിക്കണ്ണിയിൽ തോട്ടത്തിൽ കുറുക്കന്റെ ജഡം കണ്ടെത്തി. പുലി പിടിച്ചതാണെന്ന് സംശയിക്കുന്നതായി നാട്ടുകാർ.
കല്ലൂർ പാലക്കപ്പറമ്പിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മതിലിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. ചാലക്കുടി പുഴയിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. പരിയാരം വേളൂക്കര സ്വദേശി ശരത്താണ് മരിച്ചത്. മലയോരത്തോട്ടം മേഖലയെ വന്യജീവി ആക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് വരന്തരപ്പള്ളി മണ്ഡലം കമ്മിറ്റി വെള്ളിയാഴ്ച സായാഹ്ന പ്രതിഷേധ ധർണ സംഘടിപ്പിക്കും. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.